വീട്ടിലെ പ്രസവത്തിൽ ഒരു സ്ത്രീ മരിച്ചു. അതിന്റെ കാരണം തേടി പോയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു അക്യുപങ്ചർ ചികിത്സകനാണ്, എൻ്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ശ്യാം. ഞാനൊരു യോഗ നാച്ചുറോപ്പതി BNVS ഡോക്ടറാണ്. BNVS 5 വർഷത്തെ BNVS കഴിഞ്ഞ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷനോടുകൂടി പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡോക്ടറാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം 2 ദിവസത്തിന് മുമ്പ് ഉണ്ടായൊരു വാർത്തയെ തുടർന്നാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊരു പ്രധാന തെറ്റിദ്ധാരണയാണ് ആര് ഡോക്ടർ എന്ന് വെച്ചാലും അല്ലെങ്കിൽ ആര് ചികിത്സകൻ എന്ന് വെച്ചാലും നമ്മൾ അവരെ അകമഴിഞ്ഞ് വിശ്വസിച്ചു പോകുന്നൊരു രീതി. കേരളം എന്താ പറയുക, സാക്ഷരതയിൽ അങ്ങേയറ്റമാണ് അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ വീഴുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അത് വേർതിരിച്ചറിയാനുള്ള ഒരേ ഒരു വഴി നിങ്ങൾ സമീപിക്കുന്ന ചികിത്സകർ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് അറിയുക. അതിനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷനോടുകൂടിയാണോ ഈ ചികിത്സകൻ പ്രാക്ടീസ് ചെയ്യുന്നത് തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരെ സമീപിക്കുക. അങ്ങനെ സമീപിച്ചാൽ ഇങ്ങനെ ഉണ്ടാകുന്ന പല ഒഴിവാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അക്യുപങ്ചർ ഹീലർമാർ എന്ന് പറയുന്നത് 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ ഒക്കെ പഠിച്ചിട്ട് ഞങ്ങളും പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളും ഡോക്ടർമാരാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. 3 മാസമോ 6 മാസമോ കൊണ്ട് അക്യുപങ്ചർ ചികിത്സ എന്ന ശാസ്ത്രീയ ചികിത്സ പഠിക്കുന്നത് വളരെ പ്രയാസമാണ്. അക്യുപങ്ചർ ശാസ്ത്രീയമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരശാസ്ത്രം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമുക്ക് ഹ്യൂമൻ അനാട്ടമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു നീഡിൽ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ നീഡിലിൻ്റെ നീഡിൽ എത്ര ലെങ്ത്തിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും, നീഡിൽ എത്ര നേരം നമ്മൾ അതിൽ വെച്ച് ആ പോയിന്റിൽ നമ്മൾ റിട്ടൈൻ ചെയ്യണം, കൂടുതൽ നേരം റിട്ടൈൻ ചെയ്താൽ എന്താണ് പ്രശ്നം, നമ്മൾ സാധാരണഗതിയിൽ നിന്നും ഡെപ്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഴം കൂടി പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം പ്രത്യേകിച്ച് കഴുത്തിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ നമ്മൾ നീഡിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള ബ്ലഡ് വെസൽസിൽ പോയി ഇത് കുത്തുകയും ബ്ലീഡിങ് സംഭവിക്കുകയും അത് മരണകാരണം വരെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു വളരെ അപകടം നിറഞ്ഞ ഒരു ചികിത്സ ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയെ നിസ്സാരവൽക്കരിച്ച് കാണുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുക. അതിനുള്ള ഏറ്റവും നല്ലൊരു വഴി ഇങ്ങനെയുള്ള ഏത് ചികിത്സകരാണെങ്കിൽ തന്നെയും അവർ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷനോട് കൂടിയാണോ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം അക്യുപങ്ചർ പ്രാക്ടീസ് ചെയ്യാൻ അനുവാദമുള്ളവർ BNVS ഡോക്ടർമാരാണ്. കാരണം 5.5 വർഷത്തെ കരിക്കുലത്തിൽ 1.5 വർഷം അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്ന അടിസ്ഥാന സയൻസ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര ശാഖ പഠിക്കുകയും അതിനുശേഷം 1 വർഷത്തോളം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോടുകൂടിയാണ് അക്യുപങ്ചർ പഠിക്കുന്നത്. അങ്ങനെയുള്ള ചികിത്സാ രീതി 5.5 വർഷം കൊണ്ട് ഹൃദയസ്ഥമാക്കേണ്ട ചികിത്സാ രീതി 2-3 മാസം പഠിച്ചിട്ട് ഞങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളും ഡോക്ടർമാരാണ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ സമൂഹത്തിൽ ചെയ്യുന്ന വലിയൊരു ആപത്ത് അല്ലെങ്കിൽ വിപത്ത് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയുക. അങ്ങനെയുള്ള വ്യാജ ചികിത്സകരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള BNVS ഡോക്ടർമാരുടെ കൂടെ ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിഗ്മയിൽ അംഗമായിട്ടുള്ള ഇന്ത്യൻ യോഗ നാച്ചുറോപ്പതി മെഡിക്കൽ അസോസിയേഷനിലെ ഡോക്ടർമാരുമായി നിങ്ങൾക്ക് സംശയങ്ങൾ വേണ്ടി ആശയവിനിമയം നടത്താം.
നിങ്ങളുടെ എല്ലാ സംശയങ്ങളും BNVS ഡോക്ടർമാർ ദൂരീകരിച്ച് തരുന്നുണ്ടാവും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.